എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസേൺ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 4-2G യൂണിറ്റും ചേർന്ന പരിസ്ഥിതി ദിന സന്ദേശമായ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടിയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം കെ അനിൽകൃഷ്ണ വിഷയാവതരണം നടത്തി. പ്ലാസ്റ്റിക് പൊല്യൂഷനെ ബീറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനി അത് അവസാനിപ്പിക്കുക തന്നെ വേണം. അതേ ഉള്ളൂ നമ്മുടെ രക്ഷ എന്നാണ് UN നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളത്. ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് പ്ലാസ്റ്റിക് എന്ന് നോക്കാം. ഇപ്പൊ പ്ലാസ്റ്റിക്കിന് നമ്മൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുക, ഒരു നിർവചനം കൊടുത്താൽ നമ്മൾ എന്തായിരിക്കും കൊടുക്കുക? പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഉള്ള വസ്തുവിനെയാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പരിഷത്ത് 4-2G യൂണിറ്റ് പ്രസിഡന്റ് ഗോവിന്ദരാജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കൗൺസിലർ കെ ജെ ആന്റണി, ഗിരിജ കാരുവള്ളിൽ, എസ് രമേശ്, CS ജോസഫ്, R അനുരാജ്, യാസിൻ മാലിക് എന്നിവർ സംസാരിച്ചു. പരിഷത്ത് സെക്രട്ടറി TR സന്തോഷ് സ്വാഗതവും ടാഗോർ ലൈബ്രറി പ്രസിഡന്റ് MR ശശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.